എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ മട്ടനിലും അതുപോലെ ബീഫിലും ചിക്കനിലും ഒക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോറ് വന്നിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല മയമാണ്. അതുപോലെ തന്നെ ഈ ബിരിയാണി റൈസിലേക്ക് ആ മട്ടൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ബിരിയാണി പാത്രം പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക. 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, അത് 1 പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതിനേക്കാട്ടിൽ കുറവ് മതി പുതിനയില. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മട്ടൻ പ്രഷർ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മട്ടന് വേവ് കൂടുതലാണ്, അതുകൊണ്ട് പ്രഷർ കുക്കറാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡറാണ് ചേർക്കുന്നത്. ബിരിയാണി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും ഒരു 1/4 ഭാഗം ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. ബാക്കി നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ എടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പകുതി ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 1 കുടം വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ചേർക്കാം. അതിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില കൂടി ഇതിലേക്ക് ചേർക്കാം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവർ തലേദിവസം തന്നെ ഇങ്ങനെ മസാല പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലേക്കൊരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 4 മുതൽ 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. നമ്മളിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പാണ്, 250 മില്ലിയുടെ 2 കപ്പ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു 1/4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരുമാറ്റും. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. സവാള വറുത്തെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് സവാള കോരി മാറ്റണം. അപ്പോഴാണ് കറക്റ്റ് ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടുന്നത്. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴേ നമ്മൾ സവാള കോരി മാറ്റുന്നതാണ് നല്ലത്. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കേണ്ടത്. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാലപ്പൊടി 1 ടീസ്പൂൺ, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ്. അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബാക്കി ഉള്ള മല്ലിയിലയിൽ നിന്നും കുറച്ചിപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ചോറ് ലെയർ ചെയ്യുമ്പോൾ ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മട്ടൻ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുഴുവനെയുള്ള കുറച്ച് ഗരം മസാലകളോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരിയും കൂടെ ചേർത്തിട്ട് ഒരു 3/4 പരുവം വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്.
മുക്കാൽ പരുവം വേവായപ്പോൾ നമ്മൾ അരി ഊറ്റിയിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളയണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയായിട്ട് തന്നെ താഴെ കിടക്കണം. അതിൻ്റെ മുകളിലായിട്ടാണ് അരി ലെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മയത്തിൽ ഈ അരി കിട്ടും. മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഫ്രൈഡ് ഓണിയൻ, മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാൽ കലക്കിയത് ചേർത്ത് കൊടുത്തു. വീണ്ടും അരി ലെയർ ചെയ്ത് കൊടുത്തു. ഇതേ പ്രൊസീജിയർ വീണ്ടും തുടരുക. അങ്ങനെ നമ്മളെല്ലാം ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പകരം നിങ്ങൾക്ക് റോസ് എസൻസും ചേർക്കാം. ഇനി ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ബിരിയാണി വളിച്ചു പോകും പൈനാപ്പിൾ ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ടൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് ദം ചെയ്ത് എടുക്കാം. അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 20 മിനിറ്റ് ചെറുതീയിലിട്ട് ദം ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 2 കോയിലും ഹീറ്റാക്കിയിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അടുപ്പിൽ ചെയ്യുന്നവർ ദോശത്തവയുടെ മുകളിൽ ഈ പാത്രം എടുത്ത് വെച്ചിട്ട് ദം ചെയ്യുക. നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്, നല്ല ഫ്ലേവറുള്ള ഒരു റൈസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തി, അതുപോലെ തന്നെ ഉള്ളി, വിനീഗർ ഇട്ട് മിക്സ് ചെയ്തത്, അച്ചാർ, പപ്പടം, ഇത്രയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്